ഹായ് ഫിലിംഫാൻസ്, നിങ്ങൾ വേൾഡ് കപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ബോറടിച്ചിരിക്കണം, ഒരു കിഡിലൻ സ്പോർട്സ് മൂവി ഞാൻ റെക്കമെൻഡ് ചെയ്താലോ? 2024 അജയ് ദേവഗൺ ലീഡ് റോളിൽ വന്ന ഒരു കിഡിലൻ സ്പോർട്സ് ഡ്രാമ മൈതാൻ. പടം എന്ന് പറഞ്ഞൊരു 1960 നടക്കുന്ന ഒരു ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബയോപിക്കാണ്. അന്നത്തെ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചിൻ്റെ ഒരു ബയോപിക്കാണ്. ആളുടെ ഒരു വൺ മാൻ, ആ ഒരു ആളുടെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവുമാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. വളരെ എന്താ പറയുക, നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ബയോപിക് ഇൻ സ്പോർട്സ് എന്ന് പറയാം ഇതിനെ. ഒരു തരത്തിലും നമുക്കൊരു ലാഗ് തോന്നില്ല. നമുക്കൊരു ഇതൊരു 1960s നടക്കുന്നൊരു കഥയാണ്. ആ ഒരു കഥയിലേക്ക് ഇറങ്ങിച്ചത് നമ്മളും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു വിഷ്വൽസ് ആയാലും എല്ലാം ആയാലും, പ്രത്യേകിച്ചെടുത്ത് പറയുന്നത് അതിലെ ഫുട്ബോൾ മാച്ചസ് നല്ല വിഷ്വൽ ക്ലാരിറ്റിയിലും ഒറിജിനാലിറ്റിയിലും തന്നെയാണ്. അല്ലാതെ നമ്മൾ ബിഗിലൊക്കെ കണ്ട പോലെ പരിപാടികളൊന്നുമല്ല, നല്ല ഒറിജിനാലിറ്റിയിൽ. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് AR റഹ്മാൻ്റെ ഒരു സ്കോറും കൂടിയും ചേരുമ്പോൾ, പാട്ടൊക്കെ നല്ല പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ AR റഹ്മാൻ്റെ സൈഡിൽ നല്ല കത്തിച്ചിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് കാണാം. കാരണം നല്ലൊരു സ്പോർട്സ് മൂവിയിൽ തന്നെ ഇമോഷൻസും വരുമ്പോൾ ആ ഒരു ഇത് വരുമല്ലോ, എന്താ പറയുക, ഒരു ഹൈ ഇതിൽ നമുക്ക് കിട്ടും. പിന്നെ ഒരു സ്പോർട്സ് വിത്ത് ഒരു ക്ലാസിക് മൂവിയാണ്. ആ ടൈമിൽ ഇതൊരു ബോക്സ് ഓഫീസിൽ വലിയൊരു ഹിറ്റായില്ല. പക്ഷേ ക്രിട്ടിക്സ് ആയാലും ഇതിൻ്റെ അഭിപ്രായങ്ങളായാലും നല്ല അടിപൊളി ക്രിട്ടിക്സ് റിവ്യൂസൊക്കെ കിട്ടിയൊരു പടമാണ്. എല്ലാവരും കണ്ടു നോക്കുക, കണ്ട് നിങ്ങൾ അഭിപ്രായം പറയാം. കണ്ടവർ ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. കാരണം ഇത് റിപ്പീറ്റ് വാച്ച് ഉണ്ട്. ഇതിന് നമുക്ക് ചില സീൻസ് ആയാലൊക്കെ റിപ്പീറ്റ് വാച്ചിന് പറ്റിയൊരു മൂവിയാണ്. അല്ല മുൻപ് കണ്ടിട്ടുള്ളതിനും ഒന്ന് കണ്ട് റിഫ്രഷ് ചെയ്യുക. കാണാത്തവർ കണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, ബൈ.